ഇങ്ങനെ ഇരുന്നിട്ട് എനിക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല. ഒരേപോലെ മുട്ട് വെച്ചോണ്ട് എഴുന്നേക്കാനേ പറ്റത്തില്ലായിരുന്നു. ഇങ്ങനെ വെച്ചോണ്ടിരുന്നോണ്ട് ഞാൻ എഴുന്നേൽക്കുള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ശരിക്കും മുട്ട് ഇങ്ങനെ നന്നായിട്ട് മടക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും ഇങ്ങനെ ഇത്ര ഇത് പെട്ടെന്ന് ഇങ്ങനെ ആവുമെന്നുള്ള പ്രതീക്ഷയില്ലായിരുന്നു. ഞാൻ പുറത്തോട്ട് ഇറങ്ങി വന്നപ്പോൾ തന്നെ അവിടെ ഒരു അങ്കിളും ആൻറ്റി ഇരിപ്പുണ്ട്. അപ്പോൾ അവർ ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നല്ല മാറ്റമാണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അങ്ങ് പോയപ്പോൾ ചേച്ചി പോയപ്പോൾ ഞങ്ങൾ കണ്ടായിരുന്നു, തട്ടിക്കെട്ടിയാണ് പോയതെന്ന് പറഞ്ഞു. അപ്പം മറ്റുള്ളവർക്ക് കൂടി അത് പെട്ടെന്ന് അറിയാൻ പറ്റുന്ന ആ ഒരു അവസ്ഥയിലാണ് ഞാൻ വന്നത്. സാറിൻ്റെ ആ റൂമിലോട്ട് കയറിയതൊക്കെ ഞാനൊരു ശരിക്കും 1.25 വ്യക്തിയെ പോലെയായിരുന്നു കയറിയത്. വരുമ്പോഴത്തേക്ക് എനിക്ക് ഒട്ടും നടക്കാൻ മേലായിരുന്നു. ഒരു 5-6 വർഷമായിട്ടുള്ള വേദനയാണ്. ഞാൻ അതിന് ഒരു ദിവസം നന്നായി 2-3 ഗുളിക വീതം കഴിക്കുമായിരുന്നു വേദനയുടെ. ആ വേദനയുടെ ഗുളിക കഴിച്ചായിരുന്നു ഞാൻ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് 2-3 പ്രാവശ്യം പോയി ഞാൻ ചെറിയൊരു ഇഞ്ചക്ഷൻ എടുത്ത് മുട്ടിന് പലരും പറഞ്ഞു. ഇഞ്ചക്ഷൻ എടുത്തതിൽ ഒരു താൽക്കാലികമായിട്ടൊരു ആശ്വാസം മാത്രമേ എനിക്കുണ്ടായുള്ളൂ. ഇവിടെ വരുമ്പോൾ എനിക്ക് ആ സ്റ്റെപ്പ് പോലും എനിക്ക് കയറാൻ മേലായിരുന്നു. ശരിക്കും ഈ ചട്ടുള്ളവർ നടന്ന് കയറി വരുന്നത് പോലെയാണ് ഞാൻ വന്നത്. എനിക്ക് ഈ ഒരു വശം മൊത്തം വേദനയായിരുന്നു, ആ കാലിൻ്റെ വേദന കൊണ്ട്. അപ്പോൾ എനിക്ക് 2 കാലും കുത്തി നന്നായിട്ട് നടക്കാം, കുത്തി ഇരുന്ന് എഴുന്നേക്കാം, അങ്ങനെയൊന്നും എനിക്ക് പറ്റുന്നില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ കുറച്ച് സമയം ഒരു സ്ഥലത്ത് നിന്നാൽ എനിക്ക് അവിടെ നിന്ന് അങ്ങോട്ടൊന്ന് മാറണമെങ്കിൽ കുറേ ഇങ്ങനെ കടിച്ച് പിടിച്ചെന്ന് പറഞ്ഞ പോലെ ഞാൻ ആ സ്റ്റെപ്പ് ഒന്ന് മാറ്റാം. അതേപോലെ ഇപ്പം എനിക്ക് നന്നായിട്ട് ഒരിക്കലും ഇവിടെ വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ഞാനോർത്ത് കുറേ ഇവിടെ വന്ന് എന്താ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ ഇവിടെ വന്നിട്ട് ചെയ്ത് കഴിഞ്ഞ് ഞാനും ചെന്ന് എക്സസൈസ് ചെയ്ത് ആവോളമെന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ ഇവിടെ വന്നു സാറാ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് പൂർണ്ണമായിട്ട് എൻ്റെ കാലിന് നല്ലൊരു വിടുതൽ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. കാലിന് നല്ലൊരു അയവ്, എനിക്കൊപ്പം നടക്കാൻ പറ്റുന്നുണ്ട്, ഇരുന്ന് എഴുന്നേക്കാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ ഇരുന്നിട്ട് എനിക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല. ഒരേപോലെ മുട്ട് വെച്ചോണ്ട് എഴുന്നേക്കാനേ പറ്റത്തില്ലായിരുന്നു. ശരിക്കും ഞാൻ മുട്ടിന് കൈ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തായിരുന്നു എഴുന്നേറ്റിരുന്നത്. എനിക്ക് അതുപോലെ ബുദ്ധിമുട്ടായിരുന്നു മുട്ട് കൊണ്ട്. ഒരു സ്റ്റെപ്പ് പോലും നടക്കാൻ പറ്റത്തില്ലായിരുന്നു. എൻ്റെ കൈ മുട്ടേ കൊടുത്തായിരുന്നു ഞാൻ എഴുന്നേറ്റുകൊണ്ടിരുന്നത്. എനിക്ക് അതുപോലെ വേദനയായിരുന്നു മുട്ടിന്. മുട്ട് അതുപോലെ ഇതുപോലെ ഇങ്ങനെ മടക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ ഇച്ചിരി ഇങ്ങനെ മുന്നോട്ടിട്ടോണ്ടേ ഇരിക്കുകയുള്ളായിരുന്നു. കാരണം ഈ മുട്ട് ഇങ്ങനെ മടക്കാനുള്ള പറ്റുന്നില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നോണ്ട് ഞാൻ എഴുന്നേൽക്കുള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ശരിക്കും മുട്ട് ഇങ്ങനെ നന്നായിട്ട് മടക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരിക്കലും ഇങ്ങനെ ഇത്ര ഇത് പെട്ടെന്ന് ഇങ്ങനെ ആവുമെന്നുള്ള പ്രതീക്ഷയില്ലായിരുന്നു. എനിക്ക് വിഷമം വെച്ചാൽ എനിക്ക് സന്തോഷമാണ്. കാരണം എനിക്ക് 3-ാം തീയതി ജോലിക്ക് പോകണം. ഞാൻ ഇറ്റലിക്ക് പോകാനായിട്ട് എല്ലാം റെഡിയായി. പക്ഷേ ഈ വേദനയും കൊണ്ട് പോകാൻ എനിക്ക് പറ്റുന്നില്ലായിരുന്നു. ശരിക്കും സാറിനെ ദൈവമായിട്ട് ഞാൻ കാണുന്നത്. കാരണം ആ ഒരു ട്രീറ്റിലൂടെ തന്നെ എനിക്ക് സൗഖ്യം കിട്ടി. എനിക്ക് എൻ്റെ കാലിൻ്റെ ആ വേദന മാറി എനിക്ക് നടക്കാൻ പറ്റി. അതപ്പോൾ നന്ദി പറയാൻ വേണ്ടിയാണ് ഞാൻ കയറി വന്നത്. ഭയങ്കര സന്തോഷമാണ് എനിക്ക്. കാരണം ഇത്രയും എനിക്കിങ്ങനെയൊന്നും ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു, ഇങ്ങനെ മുട്ടുമടക്കി ഇത്രയും സമയം. ഞാൻ പറയും, എല്ലാവരോടും പറയും. കാരണം ഒത്തിരി പേര് എനിക്കറിയാം ഇതുപോലെ മുട്ടുവേദനയായിട്ട് ഭാരപ്പെടുന്ന ഒത്തിരി ആൻറ്റിമാരുണ്ട്. ഞാൻ അവരോടൊക്കെ പറയും, മുട്ടുവേദനയുള്ളവർ വേറെ ഒന്നും ചെയ്യരുത്, ഇവിടെ വരിക, ഫിസിയോതെറാപ്പി വരിക, ഇത് ചെയ്യുക. ഇത് ചെയ്താൽ അപ്പോൾ തന്നെ ആ റിസൾട്ട് നമുക്ക് അനുഭവിക്കാൻ പറ്റും. കാരണം ഞാനിപ്പം ഈ ഒരു സെക്കൻഡ് കൊണ്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടി വന്ന 10 മിനിറ്റ്, അതിനപ്പുറത്തോട്ട് പോയില്ല. ആ 10 മിനിറ്റിനുള്ളിൽ എനിക്ക് ഇത്രയും വേദന മാറി കിട്ടിയെങ്കിൽ എന്നെപ്പോലെ വേദനിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവർക്ക് എല്ലാവർക്കും ഇത് ഭയങ്കര ആശ്വാസമായിരിക്കും. ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. വരുമ്പോഴത്തേക്ക് ശരിക്കും ഞാൻ ഭയങ്കര വേദന കൊണ്ട് ഞാൻ എൻ്റെ ഉള്ളിൽ കരഞ്ഞുകൊണ്ടാണ് വന്നത്. അത്രയ്ക്ക് ഞാൻ ഇവിടെ വന്നപ്പോഴും എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു ഇത്ര പെട്ടെന്ന് ഞാൻ ഇതുപോലൊരു സൗഖ്യം പ്രാപിക്കുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. പ്രതീക്ഷിച്ചില്ല ഇതുപോലെ പെട്ടെന്ന് മാറുമെന്ന്. ഞാനോർത്ത് കുറച്ച് നാളുകൾ ഇവിടുന്ന് കുറച്ച് എക്സസൈസ് ഹസ്ബൻഡ് പറഞ്ഞു, ഇന്നപോലെ കുറേ ദിവസങ്ങളായി എന്നോട് പറയുന്നുണ്ട്. ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. എൻ്റെ വിചാരം ഇതൊക്കെ പതിയെ മാറുള്ളൂ, ഇഞ്ചക്ഷൻ എടുത്താൽ പെട്ടെന്ന് മാറുമെന്ന് ഓർത്താണ് ഇരുന്നത്. ഇവിടെ വന്നൊരു 10 മിനിറ്റിനുള്ളിൽ ഞാൻ ഇത്രയും
ആരോഗ്യവതിയായി, വേദന മാറി. ഞാൻ കരയുന്നുണ്ട്, പക്ഷെ അതെൻ്റെ വേദനയുടെ കണ്ണീരല്ല, എൻ്റെ സന്തോഷത്തിൻ്റെ കണ്ണീരാണ്. കാരണം ഞാൻ ഒത്തിരി വേദനിച്ച് കരഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇപ്പം ഞാൻ കരയുന്നത് സന്തോഷം കൊണ്ടാണ്. ഇപ്പം എനിക്ക് ഇത്രയും സമയം ഞാൻ ഇങ്ങനെ മുട്ടുമടക്കി ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ഭയങ്കര ഒരു അത്ഭുതം തന്നെയാണ്. ഇവിടെ ഈ 10 മിനിറ്റ് കൊണ്ട് ദൈവം പ്രവർത്തിച്ചത്. അത് എല്ലാവർക്കും ഇത് ഞാൻ ആരോടൊക്കെ പറയാൻ പറ്റും, എല്ലാവരോടും പറയും. കാരണം എത്രയോ പൈസ രൂപകൾ കൊണ്ട് കൊടുത്ത് നമ്മൾ എത്രത്തോളം മരുന്നുകൾ മേടിച്ച ശരീരത്തിലോട്ട് കയറ്റുന്നു, എന്നിട്ടും സൗഖ്യമാകുന്നില്ല. പക്ഷെ ഇവിടെ വന്ന് ഈ 10 മിനിറ്റ് കൊണ്ട് ഇത്രയും പെട്ടെന്ന് ഇത് മാറിയെങ്കിൽ എനിക്ക് ഒത്തിരി ആൻറ്റിമാരെ അറിയാം മുട്ടുവേദനയായിട്ട് വളരെ പാവപ്പെടുന്നവർ. അപ്പം ഞാൻ അവരോടൊക്കെ പറയും, ഈ അഡ്രസ്സും കൊടുക്കും. കരഞ്ഞോണ്ടായിരിക്കുന്നത്, പക്ഷെ ഞാൻ പറഞ്ഞില്ല അതിൻ്റെ സന്തോഷക്കണ്ണീര്, വേദന കണ്ണീരല്ല. പക്ഷെ ഞാനൊരു 10-15 മിനിറ്റ് മുമ്പ് ശരിക്കും ഞാൻ കരഞ്ഞു വന്നത്, എൻ്റെ വേദന സഹിക്കാൻ പറ്റാതെ വന്നത്. ഞാൻ പുറത്തോട്ട് ഇറങ്ങി വന്നപ്പോൾ തന്നെ അവിടെ ഒരു അങ്കിളും ആൻറ്റി ഇരിപ്പുണ്ട്. അപ്പോൾ അവർ ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നല്ല മാറ്റമാണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അങ്ങ് പോയപ്പോൾ ചേച്ചി പോയപ്പോൾ ഞങ്ങൾ കണ്ടായിരുന്നു, തട്ടിക്കെട്ടിയാണ് പോയതെന്ന് പറഞ്ഞു. അപ്പം മറ്റുള്ളവർക്ക് കൂടി അത് പെട്ടെന്ന് അറിയാൻ പറ്റുന്ന ആ ഒരു അവസ്ഥയിലാണ് ഞാൻ വന്നത്. സാറിൻ്റെ ആ റൂമിലോട്ട് കയറിയതൊക്കെ ഞാനൊരു ശരിക്കും 1.5 കാലുള്ള ഒരു വ്യക്തിയെ പോലെയായിരുന്നു കയറിയത്. പക്ഷേ ഇപ്പോൾ എനിക്ക് 2 കാലുള്ളൊരു വ്യക്തിയായിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് നല്ല കുറവ്.